ശശികല ടീച്ചർ ചേരുന്നുണ്ട്. ശശികല ടീച്ചർ, ഈ ശബരിമല പ്രക്ഷോഭം, അതുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ആചാര സംരക്ഷണ സമരത്തിൽ ഒരു കേസിൽ പോലീസ് ഇപ്പോൾ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. ആ കുറ്റപത്രത്തിൽ ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ആണ് ഒന്നാം പ്രതി. മാത്രമല്ല രാജഗോപാൽ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 10 പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കെതിരെയുള്ള പ്രധാന ചാർജ് എന്ന് പറയുന്നത് അവർ വാഹനങ്ങൾ അടിച്ചു തകർത്തു എന്നുള്ളതാണ്. ടീച്ചർ എങ്ങനെ പ്രതികരിക്കുന്നു? എനിക്ക് എങ്ങനെ പ്രതികരിക്കേണ്ടതെന്ന് അറിയുന്നില്ല. കാരണം അതുകൊണ്ടരിച്ചും തീരാഞ്ഞിട്ട പുരയുടെ ചുറ്റും വണ്ടി നടന്നു എന്ന് പണ്ട് കവി പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഭരണകൂടം എത്തി എന്നുള്ളതാണ്. കാരണം ഇതിപ്പോ എനിക്ക് ഇത് കേൾക്കുമ്പോൾ ഞാൻ അതാണ് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ, ഇവിടെ അന്നത്തെ ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആക്ടിവിസ്റ്റുകളെ കയറ്റിയതിനു ശേഷം കേരളം ആചരിച്ച ഹർത്താലിന്റെ പേരില് കേൾക്കുന്നുണ്ടോ? കേൾക്കാം ടീച്ചർ പറഞ്ഞോളൂ. നൂറുകണക്കിന് കേസുകളിൽ പ്രതിയായ ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ഇതേപോലെ തന്നെയാണ്. ആ കേസ് എന്ന് പറഞ്ഞാൽ തൊടുപുഴ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടിച്ച കേസിൽ ഒന്നാം പ്രതിയാണ് ഞാൻ. അതേ സമയത്ത് തന്നെ കണ്ണൂര് ലോറി ഡ്രൈവറുടെ മൊബൈൽ മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് ഞാൻ. ഇനി പറഞ്ഞില്ലേ 308 അടക്കം അങ്ങനെ പലതും ഈ നൂറുകണക്കിന് കേസുകളിൽ ചാർജ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എന്താ പറഞ്ഞ അടുത്തൊരു കാണ്ഡമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ശ്രീധരൻപിള്ള സാറിനെയും രാജേട്ടനെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോ ഒരു ഭരണകൂടത്തിന് ഒരു അല്പമെങ്കിലും നീതിബോധമോ നീതിബോധം ഇല്ലെങ്കിൽ പൊട്ടൊരു സാമാന്യബോധമെങ്കിലും വേണ്ടേ? അതില്ലാത്ത എന്ത് ഭരണകൂടമാണത്? മനസ്സിലാവുന്നില്ല. കാരണം തീർന്ന വിഷയങ്ങൾ, അത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ സമരം കഴിഞ്ഞാൽ ആ കേസുകളൊക്കെ പിൻവലിക്കുക എന്നുള്ളതാണ് മര്യാദ. ഇപ്പൊ CAA ബന്ധപ്പെട്ട കേസുകളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളൊരു പക്ഷെ അന്തം വിട്ടുപോകും. അപ്പോൾ ഇനി CAA എന്താ പറഞ്ഞ ഒരു ബഹളമായിരുന്നു. ഇത് സർക്കാരിനോടുള്ള ഒരു പ്രതിഷേധം എന്ന നിലയിൽ നടത്തിയ സമരങ്ങൾ അത് ആ വിഷയം പര്യവസാനിക്കുന്നതോടുകൂടി പിൻവലിക്കുന്നതല്ലേ രാഷ്ട്രീയ മര്യാദ. പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല, ഇതുപോലെ നെറികെട്ട അവസ്ഥയിലേക്ക് അത് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ സഹതാപം തോന്നുന്നു കേരളത്തിലെ ഇവരുടെ ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ പറ്റിയിട്ട്. ടീച്ചർ, ഏത് സാഹചര്യത്തിലായിരിക്കും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്? ഇത് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് ഒരു ടിറ്റ് ഫോർ ടാറ്റ് എന്ന രീതിയിലാണെന്ന് തോന്നുന്നു. കാരണം ഈ ED ഒരു കുറ്റപത്രം സമർപ്പിച്ചല്ലോ. അതിൽ മുൻമന്ത്രിമാരായിട്ടുള്ള AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ ഇവരെല്ലാം പ്രതികളാണ്. ഇനി ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കുമോ പെട്ടെന്ന് കേരള പോലീസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചത്? അതുകൊണ്ടായിരിക്കുമോ കുറ്റപത്രം സമർപ്പിച്ചത്? മാത്രമല്ല ഇത് വളരെ രഹസ്യമായിട്ടാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇന്ന് ഗോവ ഗവർണർ ആദരണീയനായ PS ശ്രീധരൻ പിള്ള ഞങ്ങളോട് സംസാരിച്ചപ്പോഴാണ് ഇക്കാര്യം പുറത്ത് പറയുന്നത്. വളരെ രഹസ്യമായി ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നു. എന്തായിരിക്കാം കേരള പോലീസ് എന്തായാലും മുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ പോലീസ് ഈ ഒരു ഘട്ടത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആ ചേതോവികാരം എന്തായിരിക്കാം? പ്രതികാര രാഷ്ട്രീയം തന്നെയാവുമോ? ആഴ്ചയ്ക്കൊന്ന് വീതം കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഞങ്ങളൊക്കെ കൈപ്പറ്റുന്നുണ്ട്. കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളിലും കേസെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ ഇവരൊക്കെ പ്രതിയാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. എല്ലാ കോടതികളിലും കേസെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കുറ്റപത്രങ്ങൾ ഇങ്ങനെ 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാഷ്ട്രീയമായ സ്ഥിതി അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ശത്രുതയാണ് കാണിക്കുന്നത്. ഇപ്പോ മുൻ മന്ത്രിമാര് K രാധാകൃഷ്ണൻ അല്ലെങ്കിൽ മൊയ്തീനൊക്കെ പ്രതി എന്നാണ്. അത് കത്തി മോഷ്ടിക്കുകയും പണം മാറ്റുകയും ചെയ്ത കേസിലാണ്. അതിന് പ്രതികാരം ഇതിലാണ്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു അതിനും അപ്പുറം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് അയ്യപ്പന്റെ കല്യാണം കഴിപ്പിച്ച ആളെ കൊണ്ടുപോയിട്ടാണല്ലോ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. അപ്പൊ അയ്യപ്പന്റെ കല്യാണം കഴിച്ച ആള് സ്ഥാനാർത്ഥിയാകുമ്പോൾ ഇതേപോലെ തന്നെ അയ്യപ്പന്റെ ആചാരം സംരക്ഷിക്കാൻ കഴിഞ്ഞവരെയൊക്കെ ഞങ്ങൾ കൂട്ടും എന്നൊരു സന്ദേശം കൊടുത്ത് മറ്റാരുടെയോ വോട്ട് തട്ടാനുള്ള ഒരു ശ്രമമായി പോലും അതിനെ വ്യാഖ്യാനിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ടീച്ചർ നേരത്തെ പറഞ്ഞു, ടീച്ചർ 100ഓളം കേസുകളിൽ പ്രതിയാണ് എന്ന് പറഞ്ഞു. ഈ കേസുകളിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചോ അതോ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, ഈ കേസിൻ്റെ തുടർ നടപടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ടീച്ചറെ ധരിപ്പിക്കുന്നുണ്ടോ? കോടതിയിൽ നിന്ന് സമൻസ് വന്നിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. ഞങ്ങൾ കേരള നിയമസഭയിൽ ഒരിക്കൽ പറഞ്ഞത് 993 കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ അത് ചില കാര്യങ്ങളിൽ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ 240-ലധികം കേസാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഒരു 60-70 കൃത്യമായിട്ട് എനിക്ക് അറിയില്ല സമൻസും അല്ലെങ്കിൽ കോടതി നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ കോടതി നടപടികളുമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് കീഴ്ക്കോടതികളിൽ നിന്ന് എടുത്ത് ഹൈക്കോടതി കൊണ്ടുപോയി അത്തരം കേസുകൾ ഹൈക്കോടതി അതിന്റെ മുറ്റത്തെത്തുമ്പോഴേ അവരെടുത്ത് തല്ലുന്നുണ്ട് ആ കേസ്. അങ്ങനെ ഒരു 8 കേസൊക്കെ റദ്ദ് ചെയ്ത് കഴിഞ്ഞു.
പക്ഷെ അപ്പോഴും ഇത്രയും ഒരു നീണ്ട ഇതെടുക്കുകയാണ്. ഓരോ കേസും കീഴ്ക്കോടതിയിൽ നിന്ന് എടുക്കുക, ഹൈക്കോടതി കൊണ്ടുപോകുക, അവിടുന്ന് അതിനെ ക്വാഷ് ചെയ്ത് കളയുക എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. അപ്പോ വെറുതെ ആളുകളെ ഇച്ചിരി നിയമ നടപടികളിൽ ബുദ്ധിമുട്ടിക്കുക. കാരണം ആ കേസൊന്നും ഒരിക്കലും നിലനിൽക്കില്ല എന്നുള്ളത് ആർക്കും ചിന്തിച്ചാൽ അറിയാം. ഒരേ സമയം കേരളത്തിലെ 14 ജില്ലയിലും പ്രതികളാണ് ഞങ്ങളൊക്കെ, ഒരേ സമയം. അത് മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള, നേരത്തെ പറഞ്ഞില്ലേ, അടിച്ച കേസും കൊല്ലാൻ ശ്രമിച്ച കേസും മോഷ്ടിച്ച കേസും എന്തോ വ്യഭിചാരം മാത്രം പെടുത്തിയിട്ടില്ല, ബാക്കി ഒരു വിധത്തിൽപ്പെട്ട എല്ലാ വകുപ്പുകളും ഞങ്ങളെ പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് രാഷ്ട്രീയ വൈരാഗ്യമാണ്. അതിലപ്പുറം ഇത് കാണിച്ചുകൊണ്ട് മറ്റാരുടെയോ വോട്ട് കേരളത്തിൽ നിന്ന് തട്ടാനുണ്ട് അവർക്ക്. അതിനു വേണ്ടി കൂടിയാണ് ഇത് ചെയ്യുന്നത്. ടീച്ചർ, ഒരു കാര്യം കൂടി നമ്മളൊക്കെ അന്ന് കണ്ടതാണ്, പ്രത്യേകിച്ച് ജനം ടി വിയുടെ ക്യാമറകൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അന്ന് കണ്ടതാണ് ആരാണ് ഈ വാഹനങ്ങൾ അടിച്ചു തകർത്തത് എന്ന്. ഭക്തരുടെ വാഹനങ്ങൾ കേരള പോലീസ് അടിച്ചു തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ പക്കലുണ്ട്. അടിച്ചു തകർത്ത ഒരു പോലീസുകാരന് എതിരെ പോലും കേസ് എടുത്തിട്ടില്ല. അത് ഞങ്ങൾ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതാണ്. ഒരാൾക്കെതിരെ പോലും ചാർജ് ചെയ്തിട്ടില്ല, ഒരാൾക്കെതിരെ പോലും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് വന്ധ്യവയോധികനായ O രാജഗോപാലിനെ പോലുള്ളവരെ പ്രതി ചേർത്തത്. അവർക്കെതിരെയുള്ള കുറ്റം വാഹനങ്ങൾ അടിച്ചു തകർത്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് O രാജേട്ടൻ മാത്രമല്ല, PB മേനോൻ സാറും ഇതിൽ പ്രതിയാണ്. ഇങ്ങനെ ചില കേസുകളിലൊക്കെ അദ്ദേഹത്തെ പോലും പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഏത് നീതിയുടെ പുറത്താണ് അവർ ഈ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. കാരണം ഞാൻ ഈ കേസിലെ പ്രതിയായ പലതിൽ PB മേനോൻ സാറും പ്രതിയാണ്. അപ്പോ അങ്ങനെ യാതൊരു ഒരു നീതിബോധം ഇല്ലാതെയാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ വണ്ടികൾ അടിച്ചു തകർത്ത പോലീസുകാർക്കെതിരെ കേസില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലുള്ള അധികാരം ഞങ്ങൾക്ക് തോന്നും പോലെ വിനിയോഗിക്കും. അവിടെ നീതി നിയമമൊന്നും ബാധകമല്ല. സാധാരണക്കാരന് നീതി ലഭിച്ചോളണം എന്നില്ല. അധികാരം ഞങ്ങളുടെ കയ്യിലാണ്. ഇതിന്റെ പേരായിരിക്കുമല്ലോ ഫാസിസം എന്ന് പറഞ്ഞാൽ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എവിടെയൊക്കെ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടോ അവരെല്ലാം ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെ. അവിടെ പാർട്ടി ഭരണമാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചല്ല, പാർട്ടി ഭരണഘടന അനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ കേസ് ചാർജ് ചെയ്യുന്നതായും എല്ലാം. പാർട്ടി ഭരണഘടനയ്ക്ക് അപ്പുറം മറ്റൊന്നും അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അവിടെ ഭക്തരുടെ വാഹനങ്ങൾ അടിച്ചു തകർക്കുക മാത്രമല്ല, ഭക്തരെ മൃഗീയമായി മർദ്ദിച്ചത് നമുക്കറിയാം. ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കിയത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് ഒരുത്തും തീരാഞ്ഞിട്ട് ഈ ഹൈന്ദവ സംഘടനകളെ ആരാണോ ആചാര സംരക്ഷണത്തിന് ഇറങ്ങിയത് അവരെ പൂട്ടാം എന്നുള്ള ധാരണയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ O രാജേട്ടനാകട്ടെ, PB മേനോൻ സാറാകട്ടെ, അല്ലെങ്കിൽ ശ്രീധരൻപിള്ള സാറാകട്ടെ, ഇനി ഇതിൽ കേസ് പ്രതി ചേർത്ത ആരുമാകട്ടെ, ഈ കേസ് കേട്ടാൽ ഓടി ഒളിക്കുന്നവരല്ല എന്ന് ഭരണകൂടം ഒന്ന് ഓർക്കുന്നത് നന്ന് എന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെയധികം നന്ദി KP ശശികല ടീച്ചർ പ്രതികരിച്ചതിന്.